അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ചെറിയ തരിയുള്ള റവയാണ് എടുക്കേണ്ടത്. വലിയ തരിയുള്ള റവയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഈ റവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 3-4 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പം നല്ലൊരു മണം വരും. ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒഴിച്ചു കൊടുക്കും തോറും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം. രണ്ടാമത്തെ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഗ്ലാസ്സിലാണ് റവ അളന്നെടുക്കുന്നതെങ്കിൽ ആ ഗ്ലാസിൻ്റെ അളവിൽ തന്നെ റവയും വെള്ളമൊക്കെ അളന്നിട്ടെടുക്കുക. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇനി കട്ടകളൊന്നും ഇല്ലാതെ ഈ റവ ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് പാനിൽ നിന്ന് ഇത് വിട്ട് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പാനിൽ നിന്നൊക്കെ ഇതാ വിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചൂടാണ്. ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അതേ പാൻ എന്താ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച ശർക്കരയാണ് എടുക്കുന്നത്. ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ 1/4 ഗ്ലാസ് ശർക്കര എടുത്താൽ മതി. ഇതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഒന്ന് ഉരുകി വരണം. ഉണ്ട ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഉരുക്കിയിട്ട് കല്ലും മണ്ണും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചൊഴിച്ചിട്ട് ബാക്കി ചെയ്യാം. ശർക്കര ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സിക്കരഡ് കോക്കനട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിരകിയ തേങ്ങ നിറം മാറാത്ത രീതിയിൽ റോസ്റ്റ് ചെയ്തിട്ട് അത് വേണമെങ്കിൽ മിക്സിയിൽ ജാറിലിട്ടിട്ട് പൊടിച്ചിട്ട് അങ്ങനെയും ചേർക്കാം. ഞാനിപ്പോൾ ഡെസിക്കരഡ് കോക്കനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് ശർക്കരയ്ക്ക് 1/4 കപ്പ് ഡെസിക്കരഡ് കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നട്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നട്ട്സ് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോകരുത്. ഇതുപോലെ കുഴഞ്ഞ പരുവത്തിന് വേണം റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഒരുപാട് ഡ്രൈ ആയി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കല്ല് പോലെ ആയി പോവും. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ റവയുടെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഏത് കപ്പിലാണോ അല്ലെങ്കിൽ ഗ്ലാസ്സിലാണോ റവ എടുത്തിട്ടുള്ളത് അതേ ഗ്ലാസിൻ്റെയോ കപ്പിൻ്റെയോ അളവിൽ ഗോതമ്പ് പൊടിയോ മൈദയോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റവയും ഗോതമ്പ് പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരുപാടങ്ങ് കൂടി പോകരുത്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ ഉരുട്ടി സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചെറിയ ചെറിയ വലിപ്പത്തിലുള്ള ഉരുളകളാക്കാം. ചെറിയൊരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒരേ വലിപ്പത്തിലുള്ള ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫില്ലിങ്ങിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇങ്ങനെ എടുക്കുക. ഒന്ന് ഉരുട്ടി ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുട്ടിയെടുത്ത ഒരു ഉരുള മാവ് എടുക്കുക. കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുക. കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുക. ചെറിയ കനത്തോടു കൂടി പരത്തിയെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ നടുവിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം 2 വശവും ഒന്ന് ക്രോസ് ചെയ്തിട്ട് ഉന്നക്കൊക്കെ ചെയ്തെടുക്കില്ലേ ആ ഒരു ഷേപ്പിന് പോലെ ഒന്ന് ചെയ്തിട്ടെടുക്കാം. ഒന്ന് നമുക്ക് ഉരുട്ടി ഷേപ്പ് ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പിൽ ഉരുട്ടി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഫില്ലിംഗ് ഒക്കെ വെച്ച് ഇതെല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി കിടക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും എണ്ണ എടുത്താലും മതി. ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരുമിച്ച് 2 ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 20 സെക്കൻഡ് കഴിയുന്ന സമയത്ത് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. 2 വശവും നല്ലൊരു ഗോൾഡൻ നിറാവണം.
തിരിച്ചും മറിച്ചുവിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം. ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു കടായി ഇതാ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കയാണെന്നുണ്ടെങ്കിൽ തല്ലി ചേർത്ത് കൊടുത്താൽ മതി. 3-4 ഏലക്ക തല്ലി ചേർത്ത് കൊടുത്താൽ മതി. പഞ്ചസാര എല്ലാം ഒന്ന് മെൽറ്റായി വരണം. ഒരു ഒട്ടുന്ന പരുവാവണം. അതുവരെയും ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പഞ്ചസാര എല്ലാം ഒന്ന് മെൽറ്റായതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടി ഇളക്കി കൊടുത്ത് പഞ്ചസാര പാനി തൊട്ട് നോക്കുന്ന സമയത്ത് ഒരു ഒട്ടുന്ന പരുവാവണം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1/4 കപ്പ് ഡെസിക്കറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തതെല്ലാം കൂടിയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പഞ്ചസാര പാനിയും ഈ ഡെസിക്കറ്റഡ് കോക്കനട്ടും ഒക്കെ ഇതുമായിട്ട് യോജിച്ച് വരണം. ഡെസിക്കറ്റഡ് കോക്കനട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ ചിരകി നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ച് തേങ്ങ മാറ്റി വെച്ചാൽ മതി. വേണോ നിർബന്ധമൊന്നുമില്ല, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അതെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വറ്റണ്ട, എന്നാൽ പിന്നെ കല്ല് പോലെ ആയി പോവും. ഇതുപോലെ പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ പലഹാരമൊക്കെ ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. ഉള്ളൊക്കെ നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്